സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നുവെന്ന് സൂചന. പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. മാത്രമല്ല സൈബർ കുറ്റകൃത്യങ്ങളും പെരുകുന്നു എന്ന് മാത്രമല്ല, സൈബർ കുറ്റകൃത്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന പോരാളികൾക്ക് ഈ കക്ഷി രാഷ്ട്രീയക്കാർ സംരക്ഷണം നൽകുന്നു എന്ന സൂചനകളും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് പാർട്ടി വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത്തരം പോരാളികളെ വളർത്തിവിടുകയും സൈബർ ഇടങ്ങളിൽ വേണ്ടാത്ത രീതിയിലുള്ള വൃത്തികേടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വൈതാളികരായി ഇത്തരം ആളുകൾ മാറുകയും ചെയ്യുന്നതും കുറ്റകൃത്യങ്ങൾ കൂട്ടാൻ കാരണമായിട്ടുണ്ട്. കേസുകൾ സൈബർ ഇടങ്ങളിൽ കേസുകളും വർദ്ധിക്കുന്നു. ശരിക്കും 2020 സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യം 12,659 ആയിരുന്നെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ അത് 18,980 ഉയരുന്നു. ബലാത്സംഗ കേസുകളും കുടുംബങ്ങളിൽ നിന്നുള്ള അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം ഉയരുകയാണ്. ബലാത്സംഗ കേസുകളുടെ എണ്ണം 2020 1880 ആയിരുന്നത് 23 എത്തുമ്പോൾ 2562 അക്രമങ്ങൾ 2020 3890 ആയിരുന്നത് 23 4816 ഉയർന്നു. ഭർത്താവിൽ നിന്നോ മറ്റ് അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ 2020 2707 ആയിരുന്നു. 23 4710 സ്ത്രീകൾക്കെതിരായ മറ്റു കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽ 2020 3583 ആയിരുന്നു കേസുകൾ. 23 6014 ഉയർന്നു. സ്ത്രീധന മരണങ്ങൾ 2020 6 2023 8 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ കേസുകളുടെ എണ്ണത്തിലും കുറവില്ല. 2020 12659 2021 16199 2022 18,943 2023 18,980 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2024 സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 2024 സെപ്റ്റംബർ വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ 14,053 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കണക്കുകളെല്ലാം പരാതിയായി പോലീസ് സ്റ്റേഷനിലെത്തി FIR രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമുള്ളവയാണ്. ഇപ്പോഴും പരാതിപ്പെടാത്ത ആരും അറിയാത്ത എത്രയോ കേസുകൾ ഉണ്ടാകാം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.